നമസ്കാരം. കേരളത്തിലെ ഒരു യുവജന സംഘടനയെ കുറിച്ചാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. യൂത്ത് കോൺഗ്രസ്. ഇപ്പോൾ നിയുക്ത പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടമാണ്. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വാർത്താ സമ്മേളനം വിളിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോ 1 വർഷത്തിന് മേലെയായി, ഈ ദുരന്തം നടന്നിട്ട് 1 വർഷത്തിന് മേലെയായി, ഇപ്പോഴും അതിന്റെ പൈസയെ കുറിച്ചോ സ്ഥലമെടുപ്പിനെ കുറിച്ചോ വീട് വെക്കുന്നതിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ആ പൈസ തിരിച്ചു എന്നുള്ളത് സത്യമായിരുന്നു. വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് 30 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകും എന്നുള്ളതായിരുന്നു. കേരളത്തിന്റെ വിവിധ സംഘടനകൾ പല രീതിയിൽ സഹായിക്കാമെന്ന് ഏറ്റതിന്റെ അടിസ്ഥാനത്തിൽ പലരും വീട് വെച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ വാഗ്ദാനം ചെയ്തുകൊണ്ട് വന്നവരുണ്ട്, ഭൂമി വാഗ്ദാനം ചെയ്ത് വന്നവരുണ്ട്, അതുപോലെ തന്നെ പണം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകിക്കൊണ്ട് വന്നവരുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ വിവിധ സംഘടനകൾ, വിവിധ മതപുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, വിവിധ വ്യവസായികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിലേക്ക് സംഭാവന ചെയ്യുകയുണ്ടായി. എന്നാൽ യൂത്ത് കോൺഗ്രസുകാർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്ക് 30 വീട് നിർമ്മിച്ചു നൽകുമെന്ന്. ആലപ്പുഴയിലെ നേതൃ ക്യാമ്പിന്റെ അവസാനം ഇതിന്റെ കണക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഭാരവാഹിയായിട്ടുള്ള ഒരാൾ ചോദിക്കുകയാണ്. എന്നാൽ അതിന്റെ കണക്കും കാര്യങ്ങളും വ്യക്തമാക്കാതെ അതിന്റെ പ്രസിഡന്റ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ഏറ്റവും അവസാനം എന്തുവേണ്ടി അതിന്റെ ഭാരവാഹി തന്നെ കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വാർത്താ സമ്മേളനം വിളിച്ച് രാഹുൽ മാങ്കൂട്ടം ഒരു വ്യക്തതയും ഇല്ലാതെ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. ആ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത്. സമാനതകളില്ലാത്ത ഒരു വലിയ ദുരന്തത്തിനാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വലിയൊരു ദുരന്തം ഒരിക്കലും നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്തൊരു ദുരന്തത്തിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ നാടിനെയും ഈ നാട്ടിലെ ജനങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഇന്നലെയുമായി കേരളത്തിലെത്തുകയും ഇന്നവർ 100 വീടുകൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാലോചിച്ച് 30 വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവരെ സർക്കാരിന്റെ ക്രമീകരണത്തിൽ വാടക വീടുകളിലേക്ക് മാറ്റുന്നതായിട്ടുണ്ട്. ആ വാടക വീടുകളിലേക്ക് മാറുമ്പോൾ സർക്കാർ വീട് മാത്രമാണ് വാടക മാത്രമാണ് നൽകുന്നത്. 50 വീടുകൾ ഒരുക്കാൻ 30 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ അതുവരെയുള്ള സമയത്ത് 50 വീടുകളിലേക്ക് മാറുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വീട്ടു സാധനങ്ങൾ നൽകി ആ വീടുകൾ ഒരുക്കുവാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. മാതാപിതാക്കളെ നഷ്ടമായതിന്റെ പേരിൽ ഒരു കുട്ടിയുടെയും പഠനം മുടങ്ങുവാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കുകയില്ല. മുഴുവൻ കുട്ടികൾക്കും അവരുടെ ഏത് വിദ്യാഭ്യാസമായാലും, അത് സ്കൂൾ വിദ്യാഭ്യാസം എന്ന പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് അതിനെയും മെഡിക്കൽ വിദ്യാഭ്യാസമാകട്ടെ, ഏത് വിദ്യാഭ്യാസമായാലും ആ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഈ 3 പ്രഖ്യാപനങ്ങൾ അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി നടന്നില്ല. 20 വീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് തുടങ്ങാൻ പോലും ആയില്ല എന്നാണ് വിമർശനം ഉയരുന്നത്. പുനരധിവാസത്തിനായി 2,40,00,000 രൂപ KPCCക്ക് കൈമാറുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്രതികരണം കേൾക്കാം. 2,80,00,000 ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനം പറഞ്ഞത്, ഞങ്ങൾ പ്രഖ്യാപിച്ചത് 8 ലക്ഷം രൂപ വീതം മൂല്യം വരുന്ന 30 വീടുകൾ നിർമ്മിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് 2,40,00,000 രൂപയാണ് ഞങ്ങൾ അതിന് സമാഹരിക്കുവാൻ തീരുമാനിച്ചതും അസംബ്ലി കമ്മിറ്റികൾക്ക് അതിന് ചുമതല കൊടുത്തതും. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 84 ലക്ഷം രൂപ
ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത് ഈ ദുരന്ത പശ്ചാത്തലത്തിൽ അന്ന് വാർത്താ സമ്മേളനം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതായിരുന്നു 30 വീടുകൾ, അതായത് കോൺഗ്രസ് 100 വീട് നിർമ്മിച്ചു നൽകുന്നതിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് അതിന്റെ ഭാഗമായിട്ട് 30 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു. എന്നാൽ ഈ കോൺഗ്രസ് പറഞ്ഞ വീടുകളും വെച്ചിട്ടില്ല, യൂത്ത് കോൺഗ്രസ് പറഞ്ഞ വീടുകളും ഇതുവരെ അവിടെ നടപ്പിലാക്കിയിട്ടില്ല, അത് വെച്ചിട്ടുമില്ല ഇതുവരെ. നമുക്കറിയാം 2018 പ്രളയമുണ്ടായപ്പോൾ ഈ കോൺഗ്രസ്സുകാരെല്ലാരും കൂടി പറഞ്ഞത്, അന്ന് വയനാട് MP ആകുന്നതിന് മുമ്പാണ് 2018 വന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി വന്നിട്ട് പറഞ്ഞു ഏകദേശം 1000 വീടുകളോളം വീട് നഷ്ടപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കുമെന്നായിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. ആ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ട് ഇന്ന് വരെ ഒരു 50 വീട് പോലും പൂർത്തീകരിക്കാൻ കോൺഗ്രസ്സുകാർക്ക് സാധിച്ചിട്ടില്ല. അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ആ കോൺഗ്രസിന്റെ അവസ്ഥ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും ശിഷ്യന്മാര് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 30 വീട് പണിയുമെന്ന് പറഞ്ഞിട്ട് ഒരു വീട് പോലും ഇതുവരെ പണിതിട്ടില്ല. അതാണ് യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ. ഇനി നമ്മൾക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോവാം. ഇവിടുത്തെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന DYFI എന്ന് പറയുന്ന യുവജന സംഘടന ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ എല്ലാം നല്ല കൃത്യമായി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ആദ്യം 50 വീടുകളോളം, ആദ്യം 20 വീടായിരുന്നു പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞത്, അതിനുശേഷം 50 ആക്കി. അത് പിന്നീട് 100 വീടുകൾ നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 20 വീടുകളോളം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് അവർ നടപ്പിലാക്കുകയും ചെയ്യും. നമുക്ക് ഈ വീഡിയോയും കൂടി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. 100 വീട് DYFI കൊടുക്കാൻ പോവുക. 100 വീട് കേട്ടോ ഉല്ലാസേ, ഇവിടെ യുവമോർച്ച ഉണ്ടല്ലോ, ഇവിടെ 100 വീട് DYFI കൊടുക്കാൻ പോവുക. ഓരോരുത്തരുടെയും നമ്മൾ എടുത്തു തന്നെ പറഞ്ഞു പോകണം, നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ചെയ്തത് എന്തൊക്കെയാണ്, അവർ ചെയ്തു കൊടുത്തത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ആ ഒരു ഡ്യൂ ക്രെഡിറ്റ് അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന ഒരു ബഹുമാനം നമ്മൾ അവർക്ക് കൊടുത്തു തന്നെ പോകണം. കാഞ്ഞങ്ങാട് പട്ടണത്തിൽ കണ്ടത് ചായ കുടിക്കാം, പലഹാരം കഴിക്കാം, പൈസ വയനാടിന്. നമുക്ക് തോന്നുന്ന ചെറിയൊരു കാര്യമാണ്. ഈ 11-ാം തീയതി വരെയുള്ള ഒരു ടെമ്പററി ചായക്കടയാണ്, പക്ഷെ അത് കൊടുക്കുന്ന ഒരു സന്ദേശം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും കൃത്യമായ ഒരു മെസ്സേജാണ്. നിങ്ങളൊരു ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ആ പൈസ കൊടുക്കുന്നത് വയനാടിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റീബിൽഡ് വയനാട് എന്ന് പറയുന്ന വലിയ ഒരു പൊലിപ്പുള്ള വാചകമല്ല, പകരം ഒരു ചായ കുടിക്കൂ, ആ പൈസ വയനാടിനുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ ഇന്ന് നമ്മുടെ പ്രവീൺ പുരുഷോത്തമൻ പങ്കുവച്ചത് കിളിമീൻ വിൽക്കുന്ന DYFIക്കാരെയാണ്. ആ ചലഞ്ചും എന്തിനാണ്? വയനാടിന് വേണ്ടി. ഇതാണ് കേരളത്തിലെ 2 യുവജന സംഘടനകൾ തമ്മിലുള്ള വ്യത്യാസം. യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞത് 30 വീടാണ്, 100 വീട് കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ 30 വീട് യൂത്ത് കോൺഗ്രസ്സുകാർ പണിത് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ കണക്കുമില്ല, എത്ര രൂപ കിട്ടിയെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ പോലും തയ്യാറാക്കാതെ കൊണ്ടു നടക്കുകയാണ്. അപ്പോഴാണ് DYFI എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഏകദേശം 100 വീടുകളോളം പണിയുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് അതിന്റെ പൈസയും മറ്റു കാര്യങ്ങളും പുറകെ കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോ 20 വീട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. 20 വീട് നിലവിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആദ്യം 20 വീടായിരുന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും അത് പിന്നീട് 50 100 വീടുകൾ കൃത്യമായി പണിയിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ അവർ? ഈ 2018 പ്രളയത്തിൽ പറഞ്ഞ 1000 വീടെന്ന് പറയുന്നത് 50 വീടുകൾ പോലും പണിത് കൊടുത്തിട്ടില്ല. അതിനുശേഷം നടന്ന ഇപ്പൊ ഈ മുണ്ടക്കൽ ചൂരൽമല പ്രളയത്തിന് ശേഷം 30 വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞത് അതും പണിതിട്ടില്ല, അതിന്റെ കണക്കും വെച്ചിട്ടില്ല. അപ്പോഴാണ് മാതൃകാപരമായി DYFI ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും DYFIയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മാത്രമേ ജനങ്ങളുടെ കൂടെ കാണൂ എന്നുള്ളത്
ഇതിൽ പരം തെളിവ് മറ്റെന്താണ് വേണ്ടത്?